നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. അങ്ങനെ ഞങ്ങൾ മുംബൈയിൽ ദാദർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഒരു ലോക്കൽ ബസ് പിടിച്ച് നേരെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് പോകണമായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഛത്രപതി ശിവാജി ടെർമിനൽ റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ അവിടെ നിന്നും നമ്മൾ നേരെ എത്തി ഇവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ. അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ കടലിൽ അങ്ങ് ദൂരെ ബോട്ടുകളും കപ്പലുകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. നല്ലൊരു മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ താജ് ഹോട്ടലും മറ്റ് ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്നും നമ്മൾ ബസ്സിൽ മടങ്ങി. ബസ്സിൽ ഗൈഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നേരെ ചെന്നെത്തിയത് ഛത്രപതി ശിവാജി മ്യൂസിയത്തിലാണ്. അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. പുരാതന കാലത്തെ കുറേ പ്രതിമകളും ഒക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. മമ്മിയൊക്കെ ഉണ്ട് ഇവിടെ. പണ്ടുകാലത്തെ ആയുധങ്ങളും ഉപയോഗിച്ച ഉപകരണങ്ങളും പൈസകളും പിന്നെ പടച്ചട്ടകയൊക്കെയാണ് ഇവിടെയുള്ളത്. അങ്ങനെ അതും കണ്ട് നമ്മൾ നേരെ പോയത് മറൈൻ ഡ്രൈവിലേക്കാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. അവിടെ കുറച്ച് ഒരു 5-10 മിനിറ്റ് ഒന്ന് അവിടുത്തെ ഒരു വ്യൂ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വിട്ടു. ദൂരെയുള്ള ഹാജി അലി ദർഗാൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു പള്ളിയാണ് ഹാജി അലി ദർഗ, കടലിലാണുള്ളത്. അത് കഴിഞ്ഞ് ഗെയിമൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ സിദ്ധിവിനായക് ടെമ്പിളിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ നെഹ്റു സയൻസ് സെൻറ്ററിലെത്തി. അതിനുള്ള മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. ചുഴലിക്കാറ്റ് എങ്ങനെ ഉണ്ടാകുന്നതാണ് ഈ കാണുന്നത്. ഭൂമിയുടെ പല പല പാളികളാണ് ഈ കാണുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കണ്ടു മടങ്ങി. അപ്പോൾ ബാന്ദ്ര ബോർലി സീലിംഗിലെ കാഴ്ചയാണ് ഈ കാണുന്നത്. ऑटो रिक्शे का परमिशन नहीं है और नॉर्थ मुंबई में आपको ऑटो रिक्शा हो जाएगा. ये साउथ और नॉर्थ की पहचान. അങ്ങനെ നമ്മൾ ബാന്ദ്രയിലുള്ള ഷാറുഖ് ഖാൻ്റെ മന്നത്ത് ബംഗ്ലാവിൻ്റെ മുന്നിലെത്തി. അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. തൊട്ടടുത്തുള്ള ബാന്ദ്രയിലെ കടൽ തീരത്ത് നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ആസ്വദിച്ച് നമ്മൾ മടങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഗൈസ്. താങ്ക് യു ആൾ.